പ്രശ്നട്ടാ ഒരു ഹോംലെസ്സിനെ വേണമല്ലോ. നിനക്കാ? അനക്കല്ല, വീട്ടിലെ കാര്യം നോക്കാൻ. അച്ഛനും നോക്കാൻ ഒരു ഹോംലെസ് വേണമെന്ന് പറഞ്ഞില്ലേ? ഓ, ആ ഹോം നേഴ്സ്. ഈ ഹോം നേഴ്സ് അത്ര സേഫ് അല്ല കേട്ടോ. ഈ നാട്ടിൽ ഒരു പെണ്ണുങ്ങൾ സേഫ് അല്ലല്ലേ? നിങ്ങൾ എന്നെ നോക്കുന്നത് പുല്ലേട്ടൻ പറഞ്ഞ ഹോംലെസ് സേഫ് അല്ല. അവരതിന് കട്ടോണ്ടു. ആടെ കക്കാനൊന്നുമില്ല, ആകെയുള്ള അച്ഛനാണ്. ആ പെരുമ്പേല് ഒരു ഏജൻസി ഉണ്ട്, അവിടെ നല്ല ഹോം നേഴ്സിനെ കിട്ടും. ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടെ നമുക്ക്? അച്ഛൻ ഇതല്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഹോം നേഴ്സ്. क्या बनाओ साहब खाने में? എന്താ കഴിക്കാൻ വേണ്ടെന്ന്? വെച്ചുകൊണ്ട് പോടാ. അടുക്കള കയറി. കൊള്ളാലോ, അച്ഛനുണ്ടാക്കുന്ന അതേപോലെ ഉണ്ട്. ഞാൻ എന്നെ ഉണ്ടാക്കിയത്. सर जी बड़े साहब कुछ काम नहीं करने देते मुझे, खाना भी पूरा उन्होंने ही बना दी. പൊതുവാളാണോ ഇവര്? എൻ്റെ ഭാസ്കര പൊതുവാള്. എന്ത് നായര്, എന്ത് പൊതുവാള്. ഹരിയാനയിലെ ഉന്നത കുലജാത ഒരു പെൺകിടാവാണത്. ഇവിടുത്തെ പൊതുവാളെ കാട്ടി മേലാണ് അവിടുത്തെ ഉന്നത കുലജാത അല്ലേ? എത്ര മാസമായിട്ടറിയാം? ഇന്ന് ഏജൻസി പോയപ്പോ. നീ അത്രക്കാരനല്ലാന്നറിയാം. എന്ത്? ഗർഭിണിയാണ്, ഛർദിയോട് ഛർദി. കൺഗ്രാജുലേഷൻസ്. അല്ല ഇപ്പം എന്ത് ചെയ്യും? यहाँ पर कुछ काम नहीं है तो फिर मैं चली जाती हूँ. ठीक है? ठीक है अല്ല, VK ഭാസ്കര പൊതുവാൾ. വേണമെങ്കിൽ ഭാസ്കര ഏട്ടാന്ന് വിളിച്ചോ. പോയിക്കോ. ठीक है. ശരി എന്ന് പറഞ്ഞു. ശരി പോയതാ. കുറേ നമ്മളുണ്ടല്ലോ, വൈറസ് ആയിരിക്കും. പൈസ പോവേ. ഹലോ, നിന്നോട് ഈ സാധനത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അച്ഛനോട് ദിവസം മരുന്ന് കഴിക്കാൻ പറയില്ലേ? കഴിക്കില്ലല്ലോ. ഒന്ന് നിന്നേ അച്ഛാ, ഞാൻ പറഞ്ഞു ശരിക്കൊന്ന് കേൾക്കണം. എനിക്ക് വയസ്സ് 34. മുടി നോക്കിയേ, എല്ലാം പോയി തുടങ്ങി. ഈ രണ്ടും കൂടി പോയിട്ടെങ്കിൽ ഭരത് ഗോപിയാവും. ഒപ്പനം പഠിച്ചവരൊക്കെ സുയിപ്പാക്കാൻ തുടങ്ങി. എവിടെ പോണു? പണിയുണ്ട്. എൻ്റെ ചങ്ങായി, എനിക്കൊരു പണി ശരിയായിട്ടുണ്ട്. ജപ്പാൻ കമ്പനിയിലേക്കാണ് ഞാൻ പോകുന്നു. അപ്പൊ ഞാനും അച്ഛൻ്റെ ഒപ്പം പോര്. ഞാനൊന്നുമില്ല ജപ്പാനിലേക്ക്. കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞ് എന്നെ പോലെ തന്നെ. കണ്ട എല്ലാം ഒരേപോലെ ഇരിക്കും, ഒരുമാതിരി ചൈനക്കാരെ പോലെ. അച്ഛാ, ജപ്പാൻ കമ്പനിയാണെന്നുള്ളൂ, റഷ്യയിലാണ് ഓഫീസൊക്കെ. അതന്നെ ഒരു തട്ടിപ്പല്ലേ? ജപ്പാനിലെ സ്ഥലമില്ലാഞ്ഞിട്ടാണോ റഷ്യയിൽ പോയി കമ്പനി തുടങ്ങിയത്? പ്രാടാന്ന്. നീ കഞ്ഞിയും കുടിച്ചിട്ട് ഈടെങ്ങാനും വല്ല പണി കിട്ടും. അച്ഛനെ എഞ്ചിനീയർ ആക്കിയത് ഈ പയ്യനൊരു പണിക്കോനാണോ? പിന്നെ റഷ്യ വിടാനാ? 4 വർഷത്തെ കാര്യമുള്ളൂ. കുറെ മലയാളികളുണ്ട് അവിടെ, ചങ്ങായിമാരുണ്ട് അവിടെ, ഇടയ്ക്ക് വരാനും പറ്റും. അപ്പൊ ഞാൻ ചത്ത നീ വരുന്നവരെ നൈസിൽ ഇട്ടു വെക്കും. നിനക്കൊന്നും പറ്റൂല തണുത്ത് കുറച്ച് ചാവാൻ. അച്ഛൻ ഇവിടെ തമാശ കളിക്കരുതാ. ഇനി ഈ പണിക്കൂടി ഞാൻ പോയില്ലെങ്കിൽ മൂത്ത് ധരിച്ച ഒരു മാനസിക രോഗിയായിട്ട് ഈ ഉത്തരത്തിനെ കെട്ടി തൂങ്ങും. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു അടിപൊളി ഹോംനേഴ്സിനോട് വെച്ചിട്ട് ഈ പണിക്ക് ഞാൻ പോവച്ചാ. ഞാൻ വീണ്ടും പറയുന്നത് ഹോം നേഴ്സ് അത്ര സേഫ് അല്ല. ഞാൻ പറയുന്നത് നമ്മളെ സീതരേട്ടൻ്റെ അമ്മേനെ നോക്കുന്ന ഒരു പെണ്ണുങ്ങൾ നിന്നില്ലേ, കാർത്തികന്, അവരെ വിളിച്ചോ? അവര് വേണ്ട, പ്രായമായില്ലേ.
ഞാൻ പറഞ്ഞ അതല്ല, ഈ പ്രായ പെണ്ണുങ്ങളെ വെച്ചാണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും സൂക്കേട് വന്നാൽ അവരെ നോക്കാൻ വേറെ ആളെ വെക്കേണ്ടി വരും. ഭാസ്കരനെ നോക്കാൻ വേണ്ടിട്ട് കാർത്തേനേച്ചി നോക്കാൻ വേറൊരു ഹോം നഴ്സ്, 3 ആളും കൂടി ആ വീട്ടിൽ നല്ല രസമായിരിക്കും അല്ലേ? വേറെ എന്തിന്? കാർത്തികനേച്ച് ഹോം നേഴ്സ് ആണല്ലോ, അവർക്ക് എന്തെങ്കിലും പറ്റിയ അവരെന്നെ അവര് നോക്കിക്കോളില്ലേ? പ്രസന്നേട്ടാ, ഓ, ഒരാൾക്ക് ഇത്രയും വലിയ വീടാ? ആള് കുറെ ഉണ്ടായിനി, കുറെ ചത്തുപോയി, കുറെ പുറത്തു പോയി. എന്നാലും എന്തെന്നാലും ആള് കൂടുമ്പോ വീണ്ടും സൈസ് കൂട്ടാം, ആള് കുറയുമ്പോ വീണ്ടും സൈസ് കുറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വാ, എങ്ങനെയുണ്ട്? ഒന്നുമില്ലേടാ. കാർത്തിയാനേച്ചി എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളത് നിങ്ങളെ വെച്ചേക്കുന്നത്. ഒന്നുമില്ലാണ്ട് ഞാൻ എന്തുണ്ടാക്കാൻ? മിക്സിന്റെ ഇടാ, ഗ്രൈൻഡറിണ്ടാ? ആ, അതാ രസം. മാമിന് ഒന്നും പറ്റൂല, എല്ലാം കൈകൊണ്ട് തന്നെ ചെയ്യണം. ടി വി ഇല്ലേടാ? നല്ലോണം ടി വി കാണാൻ മുട്ടുമ്പോ എന്റെ വീട്ടിലേക്ക് വാ, ടി വി കാണാൻ. സീരിയൽ കാണാൻ എന്തായാലും നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ. എന്റെ കുറെ ജീവി ചെലവാകുമല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കേണ്ടി വരും. പക്ഷെ ഞാൻ മാമനെ നോക്കാനുള്ള ശമ്പളം മാത്രമേ തരും. എന്നാ നിങ്ങൾ മിണ്ടിയും പറഞ്ഞേക്ക് ഇരിക്കുക, ഞാൻ അവരെ പോയി കൂട്ടിയിട്ട് വരാം. ഇല്ലേട്ടാ, ആ, 2 ദിവസമായല്ല കണ്ടിട്ട്. ചെറിയ പ്രശ്നം. ആ മറ്റേ പയ്യൻ വീട്ടിൽ ഓമനട്ടിന്റെ മുകളിൽ ഒരു ചുരിദാർ അടിക്കാൻ തന്നിനി. ചെറുങ്ങനൊന്ന് ടൈറ്റ് ആയി പോയി. വൈകുന്നേരം അവള് ഏട്ടൻ തല്ലാൻ വരുന്നിട്ട് പറഞ്ഞു. അപ്പൊ 2 ദിവസം ഒളിവിലായി. വീട് ഓർന്നിട്ടാ പോലീസ് വിളിച്ചാ? ഞാൻ വായിക്കി തന്നില്ല. മണിയേട്ടാ, ഓ, ചായ സ്ട്രോങ് തന്നെ, കുറക്കണ്ട. മുരളിയേട്ടാ, ഇപ്രാവശ്യം ഉത്സവ കമ്മിറ്റിയിൽ നിന്ന് മുരളിയേട്ടനെ മാറ്റിയിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരി തന്നെയാ? അതെന്താ പറഞ്ഞു? അല്ല, പൊതു ചർച്ചയാണ്. അമ്പലത്തിന് മുരളിയേട്ടനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നാ പൊതുവേ പറയുന്നു. ഏലക്കായിട്ടിനല്ലേ അനിയനല്ലേ? ശരി തന്നെ മുരളിയേട്ടത്. നീ ചായ പിടിക്കാൻ വന്നല്ലേ? ചായ പിടിച്ചോ. മണി, എനക്കൊരു ചായ. ഏലക്ക വേണ്ട കേട്ടോ. അതെന്താ? ഞാൻ നിന്റെ അനിയനല്ലോ. നല്ല മുഖപരിചയം. അതെന്റെ വീട്ടിലെ പുതിയ വാടകക്കാരാ, വയനാട്ടിൽ നിന്നാ. ഓരോ മോളെ പഠിത്തത്തിന്റെ ആവശ്യത്തിന് ഇങ്ങോട്ട് മാറിയതാ. ഓ, അതെയോ? എനിക്കിതിന്റെ അഭിപ്രായം. വാടകന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ട്. ഒരു ചായ എടുക്കട്ടെ? വേണ്ട. കുടിക്കുന്നേ ആദ്യമായിട്ട് കടയിൽ വന്നിട്ട്. അല്ല, അതല്ല, മോള് വീട്ടിൽ ഒറ്റയ്ക്കല്ലോ. അതൊന്നും സാരമില്ല, ഒരു ചായ. നമ്മുടെ ചായ ഫേമസ് ചായ. എല്ലാവർക്കും കൊടുക്കൊരെണ്ണം. എന്നാ മധുരം വേണ്ട. ഇല്ല. ഏട്ടാ, ഭാസ്കരനല്ലേ? അതെ. ഞാൻ രമണൻ. അതിന് എൻ്റെ ചന്ദ്ര സോപ്പ് നിങ്ങളുടെ എടുത്തേ? ഞാൻ എൻ്റെ സോപ്പൊന്നും എടുത്തിട്ടില്ല. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞാൽ രാവിലെ ആൾ സോപ്പ് എടുത്ത് കിടന്നിട്ട്. ആടെ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചത് കണ്ടിട്ടില്ല. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. ആകെ ഒരു സോപ്പാണ്. എൻ്റെ ഓള് പണിച്ചെന്നാണ്. എൻ്റെ ഓള് പണിച്ചെന്ന സോപ്പാണ്. ആടെ നിങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാണ്ട് കാക്കൊന്നും നോക്കിക്കൊണ്ട് പോയില്ല. ഇതുകൊണ്ട് ഞാനിങ്ങനെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യ മാമന് ഷുഗർ വീണ്ടും കൂടിയിട്ടുണ്ടെന്ന് തോന്നല്ലോ മാമ. പ്രശ്നട്ടാ, അല്ല, മെലിഞ്ഞ് കൊണ്ടാട്ടം പോലെ ആയിട്ടുണ്ട്. കാർത്തിയാനേച്ചി, ഒരാളെ ഇല്ലെന്ന് പറഞ്ഞിട്ടേ? ഒരാളെ ഉള്ളൂ, ഭാസ്കരേട്ടൻ. ഞാൻ ഇപ്പൊ പോവും, സുബ്രഹ്മണ്യൻ നാളെ പോവും.
അല്ലെങ്കിൽ ഞാനിപ്പോ പോവേ. ആദ്യത്തെ ദിവസമായതുകൊണ്ടാ ഇത്രയും ചോറും കറി. ധൈര്യമായിട്ട് കഴിച്ച സാറേ. എന്റെ അച്ഛൻ ആസലാം ബിരിയാന്ന്. കാത്തേച്ചി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏട്ടൻ പറ. അച്ഛന് കുറച്ച് നിബന്ധനകളുണ്ട്. ഈ മിക്സിയിലും ഗ്രൈൻഡറിലും അരച്ചത് പാടില്ല. 4 മണിക്ക് ചായ, 3 നേരം ഗുളിക, മുൻകോ കൊണ്ട് വച്ച വെക്കാൻ പാടില്ല, തർക്കുത്തരം പറയാൻ പാടില്ല, ഉപ്പ് അധികം പാടില്ല, പഞ്ചാര ഒട്ടും പാടില്ല, പിന്നെ ഞാനും പാടാൻ പാടില്ല. ഇതൊക്കെ അല്ലേ? അതൊക്കെ എങ്ങനെ മനസ്സിലായി? പ്രസന്റേറ്റം പറഞ്ഞതാണ്. അതൊക്കെ പറയാൻ അറിയട്ടാ. ഇങ്ങനെ എത്ര ബാധ വയ്പ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തെന്ന് എനിക്ക് സമാധാനമായി. നിനക്ക് സമാധാനമായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെ വേണോ പോകാൻ. ശീല അച്ഛാ, ഇങ്ങനൊരു ചാൻസ് ഇനി കിട്ടൂല. അല്ലാണ്ട് അച്ഛൻ ഒറ്റക്കാക്കി പോകാൻ സങ്കടമില്ലാണ്ടൊന്നുമല്ല. അതെല്ലാം വെറുതെ. നിനക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ വെക്കോ. സത്യമായിട്ടും പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ലല്ലോ. പശുവൊന്നുമല്ലല്ലോ. മുളക് കൊണ്ടോടെ പാക്ക് ചെയ്തു. അത് റഷ്യയിലും കിട്ടും. മാമനും പോകുന്നു റഷ്യയില്. പശുവിനാര് നോക്കും? പശുവാണ് ഇപ്പൊ പ്രശ്നം. പിന്നെ പശുവൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ ഇവിടെ? അടയില്ലേ? ഒരു കുപ്പി ധന്വന്തരി കുഴമ്പോലും കിട്ടാത്ത നാട്ടിലേക്ക് ആരും ബുദ്ധിമുട്ടണ്ട. ഞാനങ്ങോട്ടും വരുന്നുമില്ല, എനക്കൊരു തകരാറുമില്ല. തകരാറുള്ളവരാണോ മാമ റഷ്യ പോകുന്നത്? എന്റെ പ്രസന്റേറ്റാ. അല്ല, നിന്നെ ഉദ്ദേശിച്ചല്ല, എൻ്റെ ഒരു ഇന്റർനാഷണൽ ഡൗട്ട് ആയിരുന്നത്. നാട്ടിൽ നിൽക്കാൻ ധൈര്യമില്ലാത്തവരാ നാട് വിട്ടു പോകുന്നത്.